പകർച്ചയിൽ നിന്നെ പഴിക്കാതെ വാഴ്ത്തിയ ജോബിൻ്റെ വിശ്വാസം നൽകണമേ. ഞാനൊരു പള്ളിയിൽ കൊച്ചച്ഛനായിരുന്നപ്പോൾ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ എന്നോട് പറഞ്ഞ സങ്കടം എന്നെ ഒരുപാട് വേദനയിൽ ആഴ്ത്തിയിട്ടുണ്ട്. ആ സങ്കടം ഇതായിരുന്നു, അച്ഛാ എൻ്റെ മോനിപ്പോൾ പള്ളി വരുന്നില്ല, 10ാം ക്ലാസ് ആയിട്ടേ ഉള്ളൂ, പക്ഷെ അവന് പള്ളിയുടെ അകൽച്ചയാണ്, മതബോധനത്തിനൊന്നും വരാൻ താല്പര്യമില്ല. അപ്പോൾ ഒത്തിരിയേറെ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവനെപ്പോഴും മുറിയിലാണ് മൊബൈലും വെച്ച്, എപ്പോഴും മുറിയിൽ രാത്രി മുഴുവനും മൊബൈൽ യൂസ് ചെയ്യുക, പള്ളിയോടൊന്നും ഒരു താല്പര്യമില്ല, ദൈവത്തോടൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ അച്ഛനൊന്ന് സംസാരിക്കണം എന്ന ആവശ്യമായിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. ഞാൻ ഒത്തിരിയേറെ പ്രാവശ്യം അവനെ ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞു, വന്നില്ല. ഒടുവിൽ ഇനി അവൻ്റെ അടുത്ത് പോയി സംസാരിക്കാമെന്ന് കരുതി അവൻ അറിയാതെ അവൻ്റെ അമ്മ പറഞ്ഞതനുസരിച്ച് അവൻ വീട്ടിലുള്ള സമയം ഞാൻ വീട്ടിൽ പോയി നിർബന്ധിച്ചിട്ട് സംസാരിച്ചു. കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം എല്ലാം കേട്ടിട്ട് അവൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, അച്ഛാ എൻ്റെ അമ്മ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ അമ്മയുടെ ജീവിതത്തിൽ ഒത്തിരി രോഗങ്ങളൊക്കെ ഉണ്ട്, സമാധാനം ഒട്ടുമില്ലാത്തൊരു സാഹചര്യമാണ്, അച്ഛൻ ഒത്തിരിയേറെ മാനസിക സംഘർഷങ്ങളെ കടന്നു പോകുന്നുണ്ട്, ഒത്തിരി കടമാണ് വീട്ടിൽ, ഞങ്ങളൊന്ന് പൊട്ടിച്ചിരിച്ചിട്ട് കുറേ കാലമായി. പള്ളിയിൽ പോകുന്ന എൻ്റെ അമ്മയുടെ മാനസികാവസ്ഥ അതാണ്, പള്ളിയിൽ പോകാത്ത എൻ്റെ മാനസികാവസ്ഥയും അതാണ്. ഇതിലെന്താണ് വ്യത്യാസമുള്ളത്? അതുകൊണ്ട് എനിക്ക് പള്ളിയിൽ പോകണമെന്ന് തോന്നുന്നില്ല, ഈ ദൈവത്തെ കൊണ്ടെന്താണ് ആവശ്യം? വളരെ ലോജിക്കലായിട്ടൊരു ചോദ്യമാണ്. പക്ഷേ ഈ ബുദ്ധി കൊണ്ട് നമ്മളിങ്ങനെ ലോജിക്കലായിട്ടൊക്കെ ദൈവത്തിൻ്റെ കാര്യം ചിന്തിക്കുമ്പോൾ കുറച്ചും കൂടി ഹൃദയവിശാലതയോടെ ദൈവത്തിൻ്റെ കാര്യം ചിന്തിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേൾക്കുന്നത്. എന്തിന് പള്ളിയിൽ പോകണം? എന്തിന് വചനം വായിക്കണം? എന്തിന് ദൈവത്തോട് ചേർന്ന് ജീവിക്കണം? പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്നത്, നിങ്ങൾ കർത്താവെ കർത്താവെ എന്ന് വിളിക്കണ്ട, പക്ഷേ നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയും ചെയ്യണം, അത് പാലിക്കുകയും ചെയ്യണം. ഇത് പറഞ്ഞിട്ട് 2 കൂട്ടർ മനുഷ്യരെക്കുറിച്ച് ക്രിസ്തു പറയും. 1 വിവേകമതിയായ മനുഷ്യർ, 2 വിവേകശൂന്യരായ മനുഷ്യർ. ഈ വിവേകമതികളായ മനുഷ്യർ അവരുടെ ജീവിതത്തിൽ മഴ പെയ്യും, വെള്ളപ്പൊക്കമുണ്ടാവും, കാറ്റൂതും, അവരുടെ ഭവനത്തിന്മേൽ ആഞ്ഞടിക്കും, പക്ഷേ അത് വീഴില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് പാറമേൽ സ്ഥാപിതമാണ്. എന്നാൽ എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കാതിരിക്കുകയും ചെയ്യുന്നത് മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യമായിരിക്കും. മഴ പെയ്യും, വെള്ളപ്പൊക്കമുണ്ടാവും, കാറ്റൂതും, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിക്കും, പക്ഷെ അത് വീണു പോകും. 2 നടക്കുന്ന ഒരേ കാര്യമാണ്. 2 മഴ പെയ്യുന്നുണ്ട്, 2 വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുണ്ട്, 2 കാറ്റൂതുന്നുണ്ട്, 2 ഭവനത്തിന്മേൽ ആഞ്ഞടിക്കുന്നുണ്ട്, പക്ഷേ ഒന്ന് വീഴും, ഒന്ന് വീഴില്ല. അവിടെ മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. സ്നേഹമുള്ളവരെ, എന്തിന് ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് ചോദിച്ചാൽ പ്രശ്നങ്ങൾ മാറാനല്ല, വേദനകൾ വിട്ടുപോകാനല്ല, അതൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഈ അത്ഭുതങ്ങളൊക്കെ ദൈവത്തിൻ്റെ ഇടപെടലാണ്. അത് നടക്കുമെന്ന് കരുതി ആരും കർത്താവിൻ്റെ പിന്നാലെ പോകരുത്. മറിച്ച് ഒരു കാരണവുമില്ലാതെ എനിക്കെൻ്റെ കർത്താവിനെ മാത്രം മതി, അവൻ്റെ ജീവിതം മതി, അവൻ്റെ വചനം മതി എന്ന് പറഞ്ഞ് അവൻ്റെ പിന്നാലെ പോകുന്നവൻ അവൻ അത്ഭുതം പ്രവർത്തിക്കും. അത് കർത്താവിൻ്റെ കാര്യം, അത് നമ്മുടെ ഇടപെടലല്ല. അതുകൊണ്ട് ഒരു കാരണവുമില്ലാതെ ആരൊക്കെ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ വചനം പാലിച്ച് അവൻ്റെ വചനം കേട്ട് അവനിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നോ അവരെല്ലാവരും പാറമേൽ പണിത ഭവനമാണ്. എത്ര പ്രശ്നം ഉണ്ടായാലും, എത്ര സങ്കടം ഉണ്ടായാലും, എത്ര വേദന ഉണ്ടായാലും അവർ പിടിച്ചു നിൽക്കും, അവർ കുലുങ്ങില്ല, അവർക്കൊന്നും സംഭവിക്കില്ല, ഇതൊന്നും ഒരു പ്രശ്നമായിട്ടേ അവർക്ക് തോന്നില്ല. അവിടെയാണ് ഈ പള്ളിയിൽ പോകുന്നവരും പള്ളിയിൽ പോകാത്തവരും തമ്മിലുള്ള വ്യത്യാസം. അതാണ് ദൈവത്തെ ചേർത്ത് പിടിക്കുന്നവരും ദൈവത്തെ ചേർത്ത് പിടിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം. എന്തിനാണ് ചിലരൊക്കെ ജീവിതം പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് ചിന്തിക്കുന്നത്? എന്തുകൊണ്ടാണ് ചെറിയൊരു പ്രശ്നം വരുമ്പോൾ കുടുംബജീവിതം ചിന്നിച്ചിതറിപ്പോകുന്നത്? എന്തുകൊണ്ടാണ് ദാമ്പത്യ ജീവിതമൊക്കെ ഇങ്ങനെ പകുതിയിൽ നിന്ന് പോകുന്നത്? കാരണം അവരുടെ ഇടയിൽ ക്രിസ്തു ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മളുടെയൊക്കെ ഭവനങ്ങളിൽ മുമ്പൊക്കെ എഴുതി വെച്ചിട്ടൊരു വാക്യമുണ്ട്, ക്രിസ്തു ഈ ഭവനത്തിൻ്റെ രക്ഷകൻ. മുമ്പ് എല്ലാ ഭവനങ്ങളിലും ഈ ഒരു വാക്യം കട്ടിളപ്പടിക്ക് മുകളിൽ എഴുതി വെച്ചത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് പല ഭവനങ്ങളിലും അതില്ല. അങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ അതിനൊരു അർത്ഥമുണ്ട്. ഈ വാതിലിനുള്ളിലൂടെ ക്രിസ്തുവിന് നിരക്കാത്തൊന്നും പ്രവേശിക്കാൻ പാടില്ല, ക്രിസ്തുവാണ് ഈ ഭവനത്തിൻ്റെ രക്ഷകൻ. അങ്ങനെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ക്രിസ്തു ഉണ്ടായിരുന്നു, കുടുംബത്തിനിടയിൽ ക്രിസ്തു ഉണ്ടായിരുന്നു, ജീവിതത്തിൻ്റെ ഓരോ പ്രവൃത്തികൾക്കും ചിന്തകൾക്കുമിടയിൽ ക്രിസ്തു ഉണ്ടായിരുന്നു. ക്രിസ്തുവിനെ നഷ്ടപ്പെട്ട, വചനം നഷ്ടപ്പെട്ട മനുഷ്യരുടെയിൽ പ്രശ്നങ്ങളുണ്ടായ, സങ്കടമുണ്ടായ, വേദനകളുണ്ടായ അവർ തകർന്നു പോകും. അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയില്ലാതെ വരും. പക്ഷെ കർത്താവിനെ കൂട്ടുപിടിച്ചവർക്ക്, കർത്താവിനെ ചേർത്ത് പിടിച്ചവർക്ക്, വചനത്തെ ചേർത്ത് പിടിച്ചവർക്ക് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവർ കർത്താവിന് മുമ്പിൽ ചെന്ന്, കർത്താവെ എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് എന്നല്ല,
മറിച്ച് ആ പ്രശ്നങ്ങളോട് ചെന്നിട്ട് എനിക്കൊരു കർത്താവുണ്ട് എന്ന് പറയാനുള്ളൊരു ധൈര്യമുണ്ടാവും. അതാണ് ഇന്ന് നമുക്ക് വേണ്ടത്. പ്രിയമുള്ളവരെ, ഈ ദൈവത്തിന് മുമ്പിൽ ചെന്ന് കർത്താവ് എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയണ്ട, മറിച്ച് പ്രശ്നങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് എനിക്കൊരു കർത്താവുണ്ട് എന്ന് പറയാനുള്ളൊരു ധൈര്യം, അതാണ് വചനം വായിക്കുന്നവൻ്റെയും വചനം ജീവിക്കുന്നവൻ്റെയും ധൈര്യം. ആ ധൈര്യമാണ് ഇന്ന് ഭൂമിക്ക് ആവശ്യം. ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും വിശുദ്ധരുമൊക്കെ ഇങ്ങനെ വചനം ജീവിച്ചവരാണ്. വചനം ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ജീവിതത്തിൽ വെള്ളപ്പൊക്കമുണ്ടാവും, കാറ്റോതും, ഭവനത്തിന്മേൽ ആഞ്ഞടിക്കും. പക്ഷേ നമ്മളൊക്കെ പാറമേൽ പണിത ഭവനമായതുകൊണ്ട്, വചനത്തിൽ ജീവിക്കുന്നതുകൊണ്ട്, ക്രിസ്തുവിൽ ജീവിക്കുന്നതുകൊണ്ട് ആ വെള്ളമോ ആ മഴയോ ഒന്നും നമ്മെ ഏശില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. എൻ ഹൃദയത്തിൽ നീ വരണേ, വിശ്വാസം നൽകണമേ. എൻ ഹൃദയത്തിൽ നീ വരണേ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. നിൻ കൽപ്പനയാൽ പേടകം നിർമ്മിച്ച നോഹതൻ വിശ്വാസം നൽകണമേ. നിൻ കൽപ്പനയാൽ പേടകം നിർമ്മിച്ച നോഹതൻ വിശ്വാസം നൽകണമേ. അവിടത്തെ തിരുമുൻപിൽ പുത്രനെ നൽകിയ അബ്രാമിൻ വിശ്വാസം നൽകണമേ. അവിടത്തെ തിരുമുൻപിൽ പുത്രനെ നൽകിയ അബ്രാമിൻ വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. തകർച്ചയിൽ നിന്നെ പഴിക്കാതെ വാഴ്ത്തിയ ജോബിൻ്റെ വിശ്വാസം നൽകണമേ. തകർച്ചയിൽ നിന്നെ പഴിക്കാതെ വാഴ്ത്തിയ ജോബിൻ്റെ വിശ്വാസം നൽകണമേ. വിശ്വാസത്താലെന്നും നിൻഹിതം തേടുവാൻ ആഴമാം വിശ്വാസം നൽകണമേ. വിശ്വാസത്താലെന്നും നിൻഹിതം തേടുവാൻ ആഴമാം വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ.
ജീവിതത്തിൽ നീ വരണേ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ.